യോനാഥാൻ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവാദത്തൻ എന്നാണ്. യഹോനാഥാൻ, യഹോവ നൽകി. ആ പേരിൻ്റെ സങ്കുചിത രൂപമാണ് യോനാഥാൻ. ബൈബിളിൽ ഏതാണ്ട് 14 യോനാഥാന്മാരെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത് മോശയുടെ പുത്രനായ ഗർശോമിൻ്റെ പുത്രൻ അഥവാ അനന്തരഗാമി. ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 30-ാം വാക്യം. ലേവ്യനായ യോനാഥാൻ ബേത്ലഹേമിൽ പാർത്തിരുന്നു. തരം കിട്ടുന്നിടത്ത് പാർക്കുവാൻ പോയ ഇവൻ എഫ്രയീം മലനാട്ടിൽ മീഖാവിൻ്റെ വീട്ടിലെത്തി. അവിടെ ഒരു പുരോഹിതനായി. ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 7 മുതൽ 13 വരെ. ഏറെ താമസിയാതെ കുടിപാർപ്പിന് അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ചിറങ്ങിയ 5 ദാന്യർ യോനാഥാൻ്റെ വീട്ടിലെത്തി. അവർ തങ്ങളുടെ യാത്ര ശുഭമാണോ എന്ന് യോനാഥാനോട് ചോദിക്കുന്നു. പുരോഹിതൻ അനുകൂലമായ മറുപടി നൽകി. അനന്തരം ലയീശ് കൈവശമാക്കാൻ പോയ 600 പേര് മീഖാവിൻ്റെ വീട്ടിലെത്തി. അവർ കുത്തുപണിയായ വിഗ്രഹവും ഏഫോദും ഗൃഹബിംബവും വാർപ്പുപണിയായ വിഗ്രഹവും കൊണ്ടുപോയി, ഒപ്പം പുരോഹിതനായ യോനാഥാനെയും. ദേശത്തിൻ്റെ പ്രവാസകാലം വരെ യോനാഥാനും പുത്രന്മാരും ദാന്യർക്ക് പുരോഹിതന്മാരായി തീർന്നു. ന്യായാധിപന്മാർ 18-ാം അധ്യായം 1 മുതൽ 30 വരെ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ രാജാവായ ശൗലിൻ്റെ മൂത്ത മകനാണ്. 1 ശമൂവേൽ 14-ാം അധ്യായം 4, 9, 50 വാക്യങ്ങൾ. ശൗൽ രാജാവായതോടുകൂടിയാണ് യോനാഥാനെ നാം രംഗത്ത് കാണുന്നത്. ഇസ്രായേല്യരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന അമ്മോന്യരുടെ മേൽ വലിയ വിജയം നേടി ഫെലിസ്ത്യരോടുള്ള മിക്മാസ് യുദ്ധത്തിലാണ് യോനാഥാന്റെ പരാക്രമം പ്രത്യക്ഷമായത്. 3000 വരുന്ന സൈന്യത്തിൽ 1/3 ഭാഗം യോനാഥാന്റെ കീഴിലാക്കി. ഗിബെയയിൽ താവളമുറപ്പിച്ചു. 1 ശമൂവേൽ 13-ാം അധ്യായം 1, 2 വാക്യങ്ങൾ. ബാക്കി സൈന്യവുമായി ശൗൽ മിക്മാസിലെ പ്രധാന താവളത്തിലേക്ക് വന്നു. ആയുധവാഹകനുമായി യോനാഥാൻ ചെന്ന് ഗേബയിലെ ഫെലിസ്ത്യരെ പരിഭ്രമിപ്പിക്കുകയും അനേകം പേരെ കൊല്ലുകയും ചെയ്തു. തുടർന്ന് പ്രധാന താവളങ്ങളിലെല്ലാം പരിഭ്രാന്തി പടർന്നു. ശൗൽ ആക്രമണത്തിന് വന്നപ്പോൾ സൈന്യം കൂടിക്കുഴഞ്ഞ് പരസ്പരം ആക്രമിക്കുന്നതായി കണ്ടു. ഫെലിസ്ത്യ സൈന്യം മുഴുവൻ യുദ്ധം തുടർന്നു. ഈ യുദ്ധത്തിൽ ഇസ്രായേല്യർ ഉപയോഗിച്ചിരുന്നത് വെറും കൃഷിയായുധങ്ങളായിരുന്നു. 1 ശമൂവേൽ 13-20. ശൗലിനും യോനാഥാനും മാത്രമേ ആയുധങ്ങളായി വാളുകളും കുന്തങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. 1 ശമൂവേൽ 13-ാം അധ്യായം 22-ാം വാക്യം. പകൽ മുഴുവൻ ഭക്ഷിക്കരുതെന്ന് ശൗൽ കൽപ്പിക്കാതിരുന്നുവെങ്കിൽ വിജയം പൂർണ്ണമായിരുന്നേനെ. 1 ശമൂവേൽ 14-24. ഈ കൽപ്പന യോനാഥാൻ കേട്ടിരുന്നില്ല. യുദ്ധത്തിൻ്റെ ലഹരിയിൽ യോനാഥാൻ കാട്ടുതേൻ ഭുജിച്ചു. ഇതറിഞ്ഞ ശൗൽ യോനാഥാനെ ശപഥാർപ്പിതമായി കൊല്ലുവാനൊരുങ്ങി. എന്നാൽ ജനം ഇടപെട്ട് അത് തടഞ്ഞു. 1 ശമൂവേൽ 14-ാം അധ്യായം 16 മുതൽ 45 വരെ. യോനാഥാന് ദാവീദിനോടുള്ള സൗഹാർദ്ദം നിസ്സീമമായിരുന്നു. ഗോല്യാത്തിനെ ദാവീദ് വധിച്ചതോടുകൂടിയാണ് ഈ സൗഹാർദ്ദം നാം വിട്ടത്. തൻ്റെ മേലങ്കിയും വസ്ത്രവും വാളും വില്ലും അരക്കച്ചയും ദാവീദിന് കൊടുത്തു. യോനാഥാൻ അതിനുശേഷം ദാവീദുമായി ഒരു ഉടമ്പടിയും ചെയ്തു. 18-ാം അധ്യായം 1 മുതൽ 4 വരെ. യോനാഥാന് പകരം ദാവീദ് രാജാവാകുമെന്ന് ശൗൽ പറഞ്ഞിട്ടും ആ സ്നേഹബന്ധത്തിന് ഒരു അയവും വന്നില്ല. 1 ശമൂവേൽ 20-ാം അധ്യായം 31-ാം വാക്യം. ദാവീദിനോടുള്ള ശൗലിൻ്റെ ശത്രുത്വം വെളിപ്പെട്ടപ്പോൾ യോനാഥാൻ ദാവീദിനു വേണ്ടി പിതാവിനോട് വാദിച്ചു. ദാവീദിനെ കൊല്ലുകയില്ലെന്ന് ശൗൽ സത്യം ചെയ്തു. 19-ാം അധ്യായം 1 മുതൽ 7 വരെ. ശൗലിൻ്റെ സ്വഭാവം മാറുകയും ദാവീദ് ഓടി ഒളിക്കുകയും ചെയ്തു. ഏസൽ കല്ലിൻ്റെ അടുക്കൽ വെച്ച് സുഹൃത്തുക്കൾ വീണ്ടും ഉടമ്പടി ചെയ്തു. ദാവീദിൻ്റെ പ്രാണരക്ഷയ്ക്കുവേണ്ടി യോനാഥാൻ വീണ്ടും ശൗലിനോട് അപേക്ഷിച്ചു. രോഷാകുലനായ ശൗൽ യോനാഥാന്റെ നേർക്ക് കുന്തമെറിഞ്ഞു. 20-ാം അധ്യായം 33-ാം വാക്യം. 2 സുഹൃത്തുക്കളുടെയും അന്ത്യദർശനം സീഫ് മരുഭൂമിയിൽ വെച്ചായിരുന്നു. 1 ശമൂവേൽ 23-ാം അധ്യായം 14 മുതൽ 17 വരെ. പിതാവ് ദാവീദിനെതിരെ സ്വീകരിച്ച നടപടികളിൽ യോനാഥാൻ ഭാഗഭാക്കായില്ല. ഗിൽബോവ പർവ്വതത്തിൽ വെച്ച് പിതാവിനോടും 2 സഹോദരന്മാരോടുമൊപ്പം യോനാഥാൻ കൊല്ലപ്പെട്ടു.
1 ശമൂവേൽ 31 2 സുഹൃത്തിനു വേണ്ടി സിംഹാസനവും രാജ്യത്തിനു വേണ്ടി പ്രാണനം ത്യജിക്കുവാൻ സന്നദ്ധനായ യോനാഥാന്റെ സ്വഭാവം നിസ്തുല്യമാണ്. യോനാഥാന്റെ പുത്രൻ മെഫീബോശേത്ത് മാത്രം ശേഷിച്ചു. ദാവീദ് അവനോട് കരുണ കാണിച്ചു. മൂന്നാമതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് മഹാപുരോഹിതനായ അബ്യാഥാരിന്റെ മകനാണ്. അബ്ശാലോം ദാവീദിനോട് മത്സരിച്ചപ്പോൾ യോനാഥാൻ ദാവീദിനോട് പറ്റിനിന്നു. 2 ശമൂവേൽ 15 27-36 അവൻ ഏൻ റോഗേലിൽ പാർത്തുകൊണ്ട് വിപ്ലവകാരികളുടെ ചലനങ്ങൾ ദാവീദിന് എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ അത് കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്നൊളിച്ചോടി ബഹൂരീമിലെത്തി അവിടെ ഒരു കിണറ്റിൽ ഒളിച്ചു. അബ്ശാലോമിന്റെ ഭൃത്യന്മാർ ആ വീട്ടിൽ വന്ന് അഹീമാസിനെയും യോനാഥാനെയും അന്വേഷിച്ചു. അവർ നീർത്തോട് കടന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. 2 ശമൂവേൽ 17 17-21 ദാവീദ് ശലോമോനെ രാജാവാക്കിയ വൃത്താന്തം യോനാഥാൻ അദോനിയാവിനെ അറിയിച്ചു. 1 രാജാക്കന്മാർ 1 42-43 നാലാമത്തേത് ദാവീദിന്റെ സഹോദരനായ ശിമയ്യയുടെ മകൻ. കൈകളിലും കാലുകളിലും 6 വിരലുകളുള്ള ഒരു ദീർഘകായനെ ഗത്തിൽ വെച്ച് കൊന്നു. 2 ശമൂവേൽ 21 1 ദിനവൃത്താന്തം 20 7 അഞ്ചാമതായിട്ട് ഹരാര്യനായ ശാഗേയുടെ മകൻ, ദാവീദിന്റെ സൈന്യത്തിലെ ഒരു വീരൻ. 2 ശമൂവേൽ 23 32 1 ദിനവൃത്താന്തം 11-34 ആറാമത്തേത് ദാവീദിന്റെ ചിറ്റപ്പനാണ്. ബുദ്ധിമാനായ മന്ത്രിയും ശാസ്ത്രിയുമായിരുന്നു. 1 ദിനവൃത്താന്തം 27-32 ഏഴാമത്തേത് യോയാദയുടെ പുത്രനും യദ്ദൂവയുടെ പിതാവും. നെഹമ്യാവ് 12-11 ഇവർ മഹാപുരോഹിതന്മാരായിരുന്നു. ബാബേൽ പ്രവാസത്തിൽ നിന്ന് സെരുബ്ബാബേലിനോടൊപ്പം മടങ്ങി വന്നു. എട്ടാമത്തേത് സിദക്കിയ രാജാവിന്റെ കാലത്തെ രായസക്കാരൻ. യഹൂദ പ്രഭുക്കന്മാർ യിരെമ്യാ പ്രവാചകനെ ഇയാളുടെ വീട്ടിൽ തടവിൽ വെച്ചു. യിരെമ്യാ പ്രവചനം 37 15-20 38-26 നെഹമ്യാവിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു പുരോഹിതൻ. നെഹമ്യാവ് 12-14 പത്താമത്തേത് യഹൂദാഗോത്രത്തിൽ യാദയുടെ രണ്ടാമത്തെ മകൻ. 1 ദിനവൃത്താന്തം 2 32 11 ഏബദിന്റെ പിതാവ് യസ്ര 8 6 ആദിന്റെ പുത്രന്മാരിൽ യോനാഥാന്റെ മകനായ ഏബദും അവനോടുകൂടെ 50 പുരുഷന്മാരും ബാബേൽ പ്രവാസത്തിൽ നിന്നും യസ്രായോടൊപ്പം മടങ്ങിവന്നു. 12 യെരുശലേം മതിൽ പ്രതിഷ്ഠയിൽ കാഹളമൂതിയ സെഖരിയ പുരോഹിതന്റെ പിതാവും ശെമയ്യാവിന്റെ മകനും. നെഹമ്യാവ് 12 35 18 യോഹാനാഥാനും ഈ യോനാഥാനും ഒരാളായിരിക്കണം. 13 കാരേഹിന്റെ പുത്രൻ, യെരുശലേമിലെ ദേശാധിപതിയായി നിയമിക്കപ്പെട്ട ഗദല്യാവിന്റെ അടുക്കൽ വന്നവരിൽ ഒരാൾ. യിരെമ്യാ പ്രവചനം 40 8 14 വിജാതീയ ഭാര്യമാരെ ഉപേക്ഷിക്കണമെന്ന യസ്രായുടെ നിർദ്ദേശത്തെ എതിർത്തവരിൽ ഒരാൾ, അസാഹേലിന്റെ പുത്രൻ. യസ്ര 10 15